ഞാൻ ആകെ 3 സിനിമയിൽ എൻ്റെ ഷോൾഡർ ഉപയോഗിച്ചു എന്നല്ലാതെ അദ്ദേഹം തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ അദ്ദേഹത്തിനെ വേദനിപ്പിക്കാൻ കുറെ പേർക്ക് ഇഷ്ടമാണ്. എന്നിട്ട് വെറുതെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അത് ചെയ്താന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇപ്പൊ കണ്ണൂർ സ്ക്വാഡിൽ ഞാൻ മമ്മൂക്കടുത്ത് നിന്നിരുന്നപ്പോ ഇനിയിപ്പോ എല്ലാവരും പറയും നീ ഇപ്പൊ ഇതിന് ഫൈറ്റ് ചെയ്യാൻ വന്നാണെന്ന് പറയും. ടിനി ചേട്ടാ വേറൊരു കാര്യം, ഇപ്പൊ മമ്മൂക്ക ഏത് റോൾ ചെയ്യാൻ നേരത്തെ ഇപ്പൊ ഒന്ന് ആലോചിച്ചിട്ടാണ് ചെയ്യുന്നത്. കാരണം ടിനി ഇത് എങ്ങനെ അതിനെ അഭിനയിച്ച് പ്രതിഫലിപ്പിക്കുന്ന ടെൻഷൻ അദ്ദേഹത്തിനുണ്ട് എന്നൊരു ഇതില് സംശയങ്ങൾ ചോദിക്കട്ടെ. അപ്പം അങ്ങനെയാണ് നമ്മൾ കേട്ടത്. അതുപോലെ തന്നെ മമ്മൂക്കയുടെ പല സീനുകൾ ഇപ്പം മിഥുൻ മാനുവൽ തോമസിന്റെ സിനിമയിലൊക്കെ മമ്മൂക്കയുടെ ഓരോ ആക്ഷൻ രംഗങ്ങൾ വരുമ്പോഴും പലരും മനസ്സിലാക്കും ടിനി ഇത് ചെയ്താൽ എങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ മമ്മൂട്ടിക്ക് വേണ്ടിയിട്ട് ടിനി ബോഡി ഡബിൾ ആയിട്ട് വരുന്നുണ്ടോ എന്നൊക്കെ ഉള്ള അത് എത്രയോ തവണ ഞാൻ റിപ്പീറ്റ് ചെയ്തതാണ്. ഞാൻ ആകെ 3 സിനിമയിൽ എൻ്റെ ഷോൾഡർ ഉപയോഗിച്ചു എന്നല്ലാതെ അദ്ദേഹം തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ അദ്ദേഹത്തിനെ വേദനിപ്പിക്കാൻ കുറെ പേർക്ക് ഇഷ്ടമാണ്. കലാകാരന്മാരെ വേദനിപ്പിക്കുന്ന കുറച്ച് വിഭാഗമുണ്ട്. അത് ഫാൻസിന്റെ അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം ഇത്രയും വർഷമായിട്ട് 10-47 വർഷമായിട്ട് ഈ ഇൻഡസ്ട്രീനെ നിലനിർത്തുന്നു. നിസ്സാര കാശിൽ തുടങ്ങിയാണ് ശമ്പളത്തിൽ. അതൊരു പാൻ ഇന്ത്യൻ സിനിമയുടെ വഴി തെളിയിച്ച ആൾക്കാരാണ് ഇവർ. അപ്പോൾ അതുപോലുള്ള ആൾക്കാർ എത്രയോ സ്ട്രെയിൻ ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ശരിക്കും നമുക്ക് പേടിയായി പോകും. ആ രൂപത്തിലാണ് പുള്ളി ചെയ്തത്. എന്നിട്ട് വെറുതെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അത് ചെയ്താന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എത്രയും ഇപ്പൊ കണ്ണൂർ സ്ക്വാഡിൽ ഞാൻ മമ്മൂക്കടുത്ത് നിന്നിരുന്നപ്പോ ഇനിയിപ്പോ എല്ലാവരും പറയും നീ ഇപ്പൊ ഇതിന് ഫൈറ്റ് ചെയ്യാൻ വന്നാണെന്ന് പറയും. ഞാൻ വെറുതെ കാണാൻ ചെന്നാണ്. അതാണ് നമ്മുടെ ജനങ്ങൾ. കുറെ പേര് അതാണ് വേദനിപ്പിക്കരുതെന്ന് പറഞ്ഞതാണ്. ആ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കും വേദന വരും. ഒരു ആർട്ടിസ്റ്റിനാണെങ്കിലും ഒരാളെ ആരത് വ്യക്തിയാണെങ്കിലും മാനസികമായിട്ട് വേദനിപ്പിക്കരുത്. അദ്ദേഹത്തിനൊക്കെ ഞാൻ പറയും തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. അവര് ദൈവങ്ങളായിട്ട് തന്നെയാണ് കാണുന്നത്. ഇവിടെ ഫാൻ ഫൈറ്റിന്റെ പേരിലാണ്. പക്ഷെ എന്നാൽ ലാലേട്ടനും മമ്മൂക്കൊക്കെ ഭയങ്കര ഫ്രണ്ട്സുമാണ്. അതെ, ശരിയാ. ഫാൻസാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി ചെയ്യുന്നത്. മമ്മൂക്കയ്ക്ക് ഒരു സെൽഫി നിങ്ങളോട് എടുക്കാൻ പേടിയാണോ? ഏതെങ്കിലും സിനിമയുടെ എന്നെ എത്ര ചെയ്തപ്പോ അതിന്റെ നിഴലിന്റെ അടുത്ത് പോലും എനിക്ക് പോകാൻ പറ്റില്ല. പുള്ളി എന്തിനാണ് ഇതൊക്കെ പേടിക്കേണ്ട ആവശ്യം? പുള്ളി ഓരോ ദിവസം ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ സിനിമകളും. പുതിയ വരാൻ പോകുന്ന പ്രോജക്ട്സ് പോലും. നമ്മള് അബുസലീമിനെ ഈ നായകനെ കുറിച്ച് പറയും. ഈ ഓണത്തിന് മമ്മൂക്ക എന്ന് പറയുന്നത് ഇദ്ദേഹമാണ്. ഈ പ്രാവശ്യത്തെ ഓണത്തിന് മമ്മൂക്ക ലാലേട്ടനില്ലാത്തതിന്റെ ഇത് ഫില്ല് ചെയ്യുന്നത് അബുസലീമാണ്. സുകുമാരക്കുറിപ്പായിട്ട് വരാൻ പോകുന്ന ആളാണ് ഫില്ല് ചെയ്യുന്നത്. ചേട്ടാ പണ്ടൊരു പോലീസുകാരനായിരുന്നു. പോലീസുകാരൻ വന്നിട്ട് ഗാങ്സ് ഓഫ് സുകുമാരക്കുറിപ്പില് സുകുമാരക്കുറിപ്പ് എന്നൊക്കെ പറഞ്ഞ് വരുമ്പോ ആദ്യമായിട്ട് മനസ്സിലേക്ക് വന്നത് എന്താ? ആദ്യം വന്നത് അതന്നെ വിചാരിച്ചത്. പക്ഷെ ഇത് കുറെ മാറ്റങ്ങളുണ്ട് ഉണ്ട്. അതിനെപ്പറ്റി ആ ക്യാരക്ടറിനെ കുറിച്ചിട്ട് നമുക്ക് കൂടുതൽ പറയാൻ പറ്റില്ല. കാരണം സിനിമയുടെ ആകെയുള്ള സസ്പെൻസ് അതാണ്. അവിടെ എങ്ങനെയാണ് ടിനി ടോം ചേട്ടൻ ഫിറ്റ് ആവുന്നത്? അദ്ദേഹം റെസ്റ്റോറന്റിൽ എന്റെ ഭക്ഷണം പിടിക്കാൻ വേണ്ടി വരുന്ന ആളാ, ഫുഡ് ഇൻസ്പെക്ടർ. എന്റെ ഒരു ഞാൻ അധികമൊന്നുമില്ല സിനിമയിൽ, പക്ഷെ ഉള്ളത് നല്ലൊരു മുഹൂർത്തമാണ്. പ്രധാനപ്പെട്ട ട്വിസ്റ്റ് വരുന്ന ഒരു ദിവസത്തെ ജോലി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമ്മളെപ്പോഴും എന്താ പറയട്ടെ, ത്രൂ ഔട്ട് സിനിമയിലൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല. ചിലപ്പോൾ ഒരു സീനിലായിരിക്കും നമുക്ക് ഗുണം